നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തിക്ക് നോക്കി തലങ്ങും വിലങ്ങും അടികിട്ടിയിട്ടും ഒളിപ്പോർ അവസാനിപ്പിക്കാതെ ഹമാസ് ഇസ്രയേലിന് നേരെ പുതിയ അടവ് പയറ്റിയിരിക്കുകയാണ്. പുതിയ അടവുമായി ഇറങ്ങിയിരിക്കുന്നതാകട്ടെ യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ. ഗാസയിലേക്ക് വീണ്ടും പല കോണിൽ നിന്നും ഭീകരരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പലായനം ചെയ്തു പോയ പലസ്തീനികൾ തിരികെ ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിലാണ് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഗാസയിലെ പല മേഖലകളിലേക്ക് ഇവർ എത്തുകയും വീണ്ടും തീവ്രവാദത്തിന് തിരികൊളുത്തുകയുമാണ് ചെയ്യുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഇസ്രയേൽ ശക്തമായ നിരീക്ഷണമാണ് ഇപ്പോൾ ഗാസയിൽ നടത്തുന്നത്. ഗാസയിൽ വീണ്ടും ടണലുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കമാണ് ഹമാസ് നടത്തുന്നത്. എന്നാൽ അതിനെ തകർത്തെറിയാനാണ് IDF തലങ്ങും വിലങ്ങും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ഘട്ടം ബന്ദിമോചനത്തിന്റെ ഭാഗമായി ഹമാസ് 3 ഇസ്രയേൽ പൗരന്മാരെയും 5 തായ്ലൻഡ് പൗരന്മാരെയും വ്യാഴാഴ്ച മോചിപ്പിക്കുമെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിനു പകരമായി 100 കണക്കിന് പലസ്തീനികളെ ഇസ്രയേൽ മോചിപ്പിക്കും. മോചിതരാകുന്ന ഇസ്രയേലികളിൽ 2 സ്ത്രീകളും 80കാരനുമാണ് ഉള്ളത്. ഇസ്രയേലിലെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ തീരുമാനിച്ച 110 പേരിൽ 30 പേർ ഇസ്രയേലികൾക്കെതിരായ മാരകമായ ആക്രമണങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവരാണ്. വെടിനിർത്തലിന് കീഴിൽ ലക്ഷക്കണക്കിന് പലസ്തീനികൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വടക്കൻ ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം പലസ്തീനികൾ വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇതിൽ ഹമാസ് തീവ്രവാദികളും ജിഹാദികളും ഉൾപ്പെടുന്നുവെന്നാണ് വിവരങ്ങൾ. ഇത് വീണ്ടും ഇസ്രയേലിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗാസയിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന്റെ ഭാഗമായാണ് തടവുകാരുടെ കൈമാറ്റം നടക്കുന്നത്. മറ്റൊരു വശത്ത് ഗാസയിൽ നിന്ന് പലായനം ചെയ്തു പോയവർ തിരികെ എത്തണമെന്ന് ഹമാസും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് മാത്രമല്ല, ഇസ്രയേലും വ്യക്തമാക്കിയത് പലായനം ചെയ്തു പോയവർ മടങ്ങി എത്തിക്കൊള്ളൂ എന്നാണ്. അങ്ങനെ പലസ്തീനിൽ നിന്നും ഗാസയിൽ നിന്നും വലിയ തോതിൽ പലായനം ചെയ്തു പോയവരാണ് ഇപ്പോൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഇടയിലാണ് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. തീവ്രവാദികളുടെ ലക്ഷ്യം ഗാസയിൽ ഉടൻ തന്നെ തിരികെ എത്തുക, ഇസ്രയേലിനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുന്നതിന് ശക്തരാകുക എന്നതാണ്. മുഹമ്മദ് സിൻവാർ ആണ് ഇവർക്ക് ഈ നിർദ്ദേശം കൈമാറിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഏത് വിധേനയും ഗാസയിലേക്ക് മടങ്ങിയെത്തണമെന്നും ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് തയ്യാറാകണം എന്നുമാണ്. എന്നാൽ ബന്ദിമോചനം കഴിയുന്നതുവരെ ഒരു ആക്രമണം ഉണ്ടാകരുതെന്നും അതിനുശേഷം പതിയിരുന്ന് ആക്രമണം ശക്തമാക്കണമെന്നുമാണ് നിർദ്ദേശം. മുഹമ്മദ് സിൻവാറിനെ ഹമാസിന്റെ തലവനായി പ്രഖ്യാപിച്ചോ എന്ന് വ്യക്തമല്ല. എന്നാൽ മുഹമ്മദ് സിൻവാർ ആണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഹമാസിന്റെ പുതിയ തലവനെ പ്രഖ്യാപിച്ചാലും പേര് വെളിപ്പെടുത്തില്ല എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഇസ്രയേലിനോടുള്ള ഭയമാണ്. പുതിയ തലവനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തലയും ഇസ്രയേൽ കൊയ്യുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ മുഹമ്മദ് സിൻവാർ എത്തിയിട്ടുണ്ട് എങ്കിൽ അതും മറച്ചുവെക്കുകയാണ് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത്. എന്നാൽ മുഹമ്മദ് സിൻവാർ ആകട്ടെ ഗാസയിലെ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ കൃത്യമായ ഇടപെടൽ നടത്താൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി മുഹമ്മദ് സിൻവാർ ആദ്യം പ്രഖ്യാപിച്ചതാണ് ഗാസയിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുള്ള തീവ്രവാദികൾ, ഹമാസ് പോരാളികൾ എത്രയും പെട്ടെന്ന് തിരികെ എത്തണമെന്നും കിട്ടുന്ന ആയുധങ്ങൾ സ്വരുക്കൂട്ടി പഴയ രീതിയിൽ തന്നെ തകർക്കപ്പെട്ട ടണലുകൾ പുനരുജ്ജീവിപ്പിക്കണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കണമെന്നുമാണ്. മുഹമ്മദ് സിൻവാറിന് എല്ലാ സഹായങ്ങളുമായി ഇറാനും പിന്നിലുണ്ട് എന്ന വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. മുഹമ്മദ് സിൻവാറിന്റെ ഏറ്റവും വലിയ ആവശ്യം യഹ്യ സിൻവറിന്റെ മൃതശരീരം ഗാസയിലേക്ക് തിരികെ എത്തിക്കണം എന്നുള്ളതാണ്. അത് ഇസ്രയേൽ ഇതുവരെ മടക്കി കൊടുത്തിട്ടില്ല. ടെല്ലവീവിൽ ഏതോ ഒരു ഭാഗത്ത് IDF മറച്ചു വെച്ചിരിക്കുകയാണ് യഹ്യ സിൻവറിന്റെ മൃതശരീരം. യഹ്യ സിൻവറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗാസയിൽ കിടന്നു മരിക്കണമെന്നും ഗാസയിലെ മണ്ണിൽ തന്നെ അടക്കം ചെയ്യണമെന്നും ആ മണ്ണിൽ തനിക്ക് അലിഞ്ഞു ചേരണം എന്നുമാണ്. എന്നാൽ യഹ്യ സിൻവറിന്റെ ആ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ ഹമാസിന് കഴിയുന്നില്ല. അത്തരത്തിൽ ഇസ്രയേൽ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഹമാസിനെ.
ഗാസയിലെ സകലമാന പ്രദേശങ്ങളും ഇതിനോടകം തന്നെ ഇസ്രയേൽ കൈയടക്കിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ ഇസ്രയേലിന് പിടിച്ചടക്കി കൊടുക്കാൻ ട്രംപും കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇതോടുകൂടി ഇപ്പോൾ നേരിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കോ വെല്ലുവിളികളിലേക്കോ ഒന്നും ഹമാസ് കടക്കുന്നില്ല. പകരം നിശബ്ദമായിരുന്നു കൊണ്ട് വീണ്ടും തങ്ങളുടെ പൊട്ടിപ്പോയ കണ്ണികൾ വിളക്കി ചേർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപേ ഇസ്രയേൽ മുഹമ്മദ് സിൻവാറിന്റെ തല എടുക്കും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഇതിനിടെ ഗാസക്കാരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും ഇപ്പോൾ ജോർദാൻ ഭരണകൂടവും രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപിന്റെ ആശയം പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ ദുർബലപ്പെടുത്തുകയും രാജ്യത്ത് അസ്ഥിരത വളർത്തുകയും ചെയ്യുമെന്ന് ജോർദാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അനീതിയാണെന്നും പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നത് ഒരിക്കലും സഹിക്കാനോ അനുവദിക്കാനോ കഴിയില്ല എന്നും അൽ സിസിയും പറഞ്ഞു. ഈ പ്രശ്നത്തിനുള്ള ഏക പരിഹാരം ദുരാഷ്ട്ര സ്ഥാപനമാണ്. പലസ്തീൻ ജനതയെ അവരുടെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുകയല്ല, സ്വതന്ത്രമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കലാണ് വേണ്ടതെന്നും ജോർദാൻ വ്യക്തമാക്കി. ഗാസ പൂർണ്ണമായും ഹമാസിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ചുവടുറപ്പിച്ച് നിൽക്കാൻ ഇപ്പോൾ ഹമാസിന് ഒരു തുണ്ട് ഭൂമിയില്ലാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് മുഹമ്മദ് സിൻവാറിന്റെ ബലത്തിൽ ഹമാസിന് സാധ്യമാകില്ല എന്ന് യുദ്ധവിദഗ്ധരും വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.